ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് ഡയറ്റീഷ്യൻ പ്രിയങ്ക ഫ്രം ഡയറ്റ്ലെ. ഇന്നത്തെ വീഡിയോ ഡ്രൈ ഫ്രൂട്ട്സിനെ കുറിച്ചിട്ടാണ്. എങ്ങനെയൊക്കെയാണ് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മുടെ ബോഡിക്ക് ബെനിഫിറ്റ്സ് എന്നതിനെ കുറിച്ചിട്ടാണ്. അതിനു മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ നാച്ചുറൽ ഫ്രൂട്ട്സിനെ പ്രോസസ്സിങ് ചെയ്ത് വാട്ടറൊക്കെ റിമൂവ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്. ഇത് റിച്ച് ഇൻ ഫൈബറാണ്, അതുപോലെ വൈറ്റമിൻസും മിനറൽസും റിച്ചാണ്, ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓവറോൾ ബോഡി ഹെൽത്തിന് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഡ്രൈ ഫ്രൂട്ട്സ്. ഡ്രൈ ഫ്രൂട്ട്സിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് പ്രൂൺസ്, അതായത് ഉണങ്ങിയ പ്ലംസ്. ഒരുപാട് പേരുടെ പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് പ്രൂൺസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാം. കാരണം ഇത് നാച്ചുറൽ ലാക്സേറ്റീവ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബേഴ്സും സോർബിറ്റോളും ഫീനോളിക് ആസിഡും ഇത് മൂന്നും കൂടെ ചേർന്നിട്ട് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ പ്രോപ്പർ ഫംഗ്ഷൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബവൽ മൂവ്മെൻറ്റ്സിൻ്റെയും പ്രോപ്പറായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സ്ഥിരമായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർ മസ്റ്റായിട്ടും പ്രോൺസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രോൺസിൻ്റെ മറ്റൊരു ബെനിഫിറ്റാണ് ബോൺ ഹെൽത്ത്. മെയിനായിട്ടും ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന മിനറൽസ് എല്ലാം തന്നെ നമ്മുടെ ബോണിന് സ്ട്രെങ്ത് നൽകാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബോണിന് മിനറൽ ഡെൻസിറ്റി കൂട്ടാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പുതിയ സ്റ്റഡീസ് പറയുന്നത് പോസ്റ്റ് മെനോപോസലായിട്ടുള്ള വുമൻസിനും ഓസ്റ്റിയോപൊറോസിസ് ആയിട്ടുള്ളവർക്കും മെയിനായിട്ടും നമുക്ക് പ്രോൺസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണെന്നാണ്. റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ് പ്രോൺസ്. അതുകൊണ്ട് തന്നെ നമുക്ക് സർട്ടൻ ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പ്രോൺസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ ഹാർട്ട് ഹെൽത്തിനും വളരെ നല്ലതാണ്. പൊട്ടാസ്യം റിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് BP കൺട്രോൾ ചെയ്ത് പോകാനും അതുപോലെ തന്നെ നമുക്ക് ബാഡ് കൊളസ്ട്രോളിനെ കുറച്ചിട്ട് ഗുഡ് കൊളസ്ട്രോളിനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനും പ്രോൺസ് വളരെ നല്ലതാണ്. ഇത്രയും ഗുണങ്ങളുള്ള പ്രോൺസ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൽ ഒരു കിങ് ആണെന്ന് തന്നെ പറയാം. അത്രയ്ക്ക് ബെനിഫിറ്റ്സ് ആണ് പ്രോൺസിനുള്ളത്. അപ്പം മസ്റ്റായിട്ട് നമ്മളൊരു 3 to 4 പ്രോൺസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നത് വളരെ നല്ലതായിരിക്കും. ഡ്രൈഡ് ഫിക്സ് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം, അതായത് അത്തിപ്പഴം. ഫിക്സ് എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ ധാരാളമായിട്ട് മിനറൽസും അടങ്ങിയിട്ടുള്ളതാണ്. ഇതൊരു പ്രീബയോട്ടിക് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗട്ടിന്, അതായത് വയറിന് വളരെ നല്ലതാണ്. ഗുഡ് ബാക്ടീരിയാസിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് ഫിക്സ്. ഡ്രൈഡ് ഫിക്സ് എന്ന് പറയുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് റിച്ച് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന നീർക്കെട്ടിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ് ഡ്രൈഡ് ഫിക്സുകൾ. അതേപോലെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹൈ ഇൻ ഓക്സലേറ്റ്സ് ആണ് ഡ്രൈഡ് ഫിക്സുകൾ. അതുകൊണ്ട് തന്നെ കിഡ്നി പേഷ്യൻസ്, മെയിൻലി കിഡ്നി സ്റ്റോൺസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡ്രൈഡ് ഫിക്സ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഡ്രൈഡ് ഫിക്സ് എന്ന് പറയുന്നത് ഹൈ ഇൻ കാൽഷ്യം മെഗ്നീഷ്യം ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓവറോൾ ബോൺ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കിൻ ഹെൽത്തിന് വളരെ നല്ലതാണ് ഡ്രൈഡ് ഫിക്സ്. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചുളിവുകളെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ നൽകാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡേറ്റ്സ് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഡേറ്റ്സ് എന്ന് പറയുന്നത് ഹൈ ഇൻ പൊട്ടാസ്യം ആൻറ്റി ഓക്സിഡൻസും ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ട് ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. മെയിനായിട്ട് നമ്മുടെ BP കുറയ്ക്കുന്നു. അതുപോലെ കൊളസ്ട്രോളിനെയൊക്കെ നോർമലാക്കി ഇരുത്താനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. ബ്രെയിൻ ഫംഗ്ഷന് വളരെ നല്ലതാണ്. മെയിനായിട്ടും മെമ്മറി ബൂസ്റ്റിങ്ങിന് വേണ്ടിയിട്ടും ആൽഷൈമേഴ്സും അതുപോലെ തന്നെ നമുക്ക് ഡിമെൻഷ്യ പോലെ ഡിസീസ് കണ്ടീഷൻസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ നല്ലതാണ് ഡേറ്റ്സ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നത്. അതുപോലെ പ്രോപ്പർ ഡൈജസ്റ്റീവ് ഫംഗ്ഷന് വേണ്ടിയിട്ടും ഡേറ്റ്സ് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോവാം. ഡ്രൈഡ് ആപ്രിക്കോട്ട്സ് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഡ്രൈഡ് ആപ്രിക്കോട്ട്സ് എന്ന് പറയുന്നത് റിച്ച് ഇൻ വൈറ്റമിൻ A ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഐ ഹെൽത്തിന്, അതായത് കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഹൈ ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആയതുകൊണ്ട് തന്നെ ഡ്രൈഡ് ആപ്രിക്കോട്ട്സ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഹാർട്ട് ഫംഗ്ഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പ്രോപ്പർ ബ്രെയിൻ ഫംഗ്ഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാൻസേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും വളരെ ഹെൽപ്ഫുള്ളാണ്. ഡ്രൈഡ് ആപ്രിക്കോട്ട്സിൽ ഹൈ എമൗണ്ട് ഓഫ് അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉള്ളവർക്ക് മസ്റ്റായിട്ടും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാവുന്നതാണ്. ഡ്രൈഡ് ആപ്രിക്കോട്ട്സിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും എല്ലാം തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ നൽകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനും വളരെ നല്ലതാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു ഡ്രൈ ഫ്രൂട്ടാണ് ക്രാൻബെറീസ്. ക്രാൻബെറീസ് എന്ന് പറയുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. UTIയുടെ പ്രശ്നം സ്ഥിരമായിട്ടുള്ള ലേഡീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡയറ്റിൽ ഡെയിലി ഇൻക്ലൂഡ് ചെയ്ത് പോകാവുന്നതാണ്. 1 handful ഓഫ് ക്രാൻബെറീസ് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരുപാട് പേരും പറയുന്നത് ക്രാൻബെറീസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല, അതിൻ്റെ പുളി കാരണം. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ചെയ്യേണ്ടത് സ്മൂത്തീസ് ഉണ്ടാക്കുമ്പം ഡയറ്റിൽ നമുക്ക് ക്രാൻബെറീസ് ഇൻക്ലൂഡ് ചെയ്ത് പോകാം. മറ്റുള്ള ഫ്രൂട്ട്സുമായിട്ട് സ്മൂത്തീസ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ക്രാൻബെറീസ് ആഡ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ സീരിയൽസ്, ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ സീരിയൽസ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ക്രാൻബെറീസ് ആഡ് ചെയ്യാം. യോഗട്ട്സിനകത്ത് നമുക്ക് ക്രാൻബെറീസ് ആഡ് ചെയ്ത് പോകാവുന്നതാണ്. ഓട്സ് പോറിച്ചൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൽ ക്രാൻബെറീസ് ഇട്ടിട്ട് കഴിക്കാം. അതുപോലെ തന്നെ ഫ്രൂട്ട് ബൗളൊക്കെ കഴിക്കുന്ന, അതായത് ഫ്രൂട്ട് സാലഡ് പോലെ കഴിക്കുന്നവരാണെങ്കിലും അതിനകത്ത്
നമുക്ക് ക്രാൻബെറീസ് ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ്. റേസിൻസ് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. റേസിൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഉണങ്ങിയ മുന്തിരി. ഇത് ധാരാളമായിട്ട് ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് വളരെ നല്ലതാണ്. പ്രോപ്പർ ബവൽ മൂവ്മെൻറ്റ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ റേസിൻസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് റേസിൻസ് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ കാൽഷ്യം റിച്ച് ആയതുകൊണ്ട് ബോൺ ഹെൽത്തിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അയൺ റിച്ച് ആണ്. അതുകൊണ്ട് തന്നെ അനീമിക് പേഷ്യൻസിന് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാം. മെയിൻലി അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഡയറ്റിൽ റേസിൻസ് ഡെയിലി ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നത് വളരെ നല്ലതായിരിക്കും. ഡ്രൈഡ് കിവീസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നതാണ്. ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ഡ്രൈഡ് കിവീസ്. അതേപോലെ തന്നെ നമുക്ക് ഡെങ്കു ഫീവേഴ്സൊക്കെ വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് കൗണ്ട് കുറയാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെയുള്ളവർക്കും ബ്ലഡ് കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കിവി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാവുന്നതാണ്. അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉള്ളവർക്കും ഡ്രൈഡ് കിവീസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. മെയിനായിട്ട് ഹെൽത്തി ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസിനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പല റിസർച്ചസും സ്റ്റഡീസും പറയുന്നത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് അതിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നമുക്ക് ഒരു 8 to 14 നമ്പേഴ്സ് വരെ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാവുന്നതാണ്. റേസിൻസും അതുപോലെ തന്നെ ക്രാൻബെറീസ് പോലെ ഡ്രൈ ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഹാൻഡ്ഫുൾ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാവുന്നതാണ്. ഡ്രൈഡ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് കാലറി ഹൈ തന്നെയാണ്. അതുകൊണ്ട് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഒക്കെ കൂടുതൽ കഴിക്കുമ്പം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് 10 to 14 നമ്പേഴ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മസ്റ്റായിട്ടും അത് നെഗറ്റീവായിട്ടായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. വെയിറ്റ് ഗെയിൻ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 to 3 നമ്പേഴ്സ് ഓഫ് ഡ്രൈഡ് ഫ്രൂട്ട്സ് മാത്രമേ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാവൂ. അല്ലാതെ നിങ്ങൾ കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റും കഴിക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഡ്രൈഡ് ഫുഡ് ഒരു 10 to 14 കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡിക്ക് അത് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് എഫക്ട്സ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഡയബറ്റിക് പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ബ്ലഡ് ഷുഗർ ലെവൽ ഇൻക്രീസ് ചെയ്ത് നിൽക്കുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഡ്രൈ ഫ്രൂട്ട്സ് അവോയ്ഡ് ചെയ്യുക. കാരണം ചിലപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുമ്പം ആ നിൽക്കുന്ന ഷുഗർ ഒന്നും കൂടെ കയറി റേസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നോർമൽ ആയതിനു ശേഷം 2 to 3 നമ്പേഴ്സ് ഓഫ് ഡ്രൈഡ് ഫ്രൂട്ട്സ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാം. കിഡ്നി സ്റ്റോൺസ് ഉള്ളവർ ഡ്രൈ ഫ്രൂട്ട്സ് അവോയ്ഡ് ചെയ്യുക. കാരണം ഇതിനകത്ത് ഓക്സലേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഡയറ്റീഷ്യൻസിൻ്റെ ഒരു സജഷൻ പ്രകാരം മാത്രം വേണം ഡ്രൈഡ് ഫ്രൂട്ട്സൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാനായിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. അതുപോലെ നിങ്ങൾക്ക് ഡയറ്റ് കൺസൾട്ടേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറും വെബ്സൈറ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ മെസ്സേജ് അയച്ച് അപ്പോയിൻമെൻറ്റ്സ് എടുക്കാവുന്നതാണ്. ഉടൻ തന്നെ ഡയറ്റിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ദിസ് ഇസ് ഡയറ്റീഷ്യൻ പ്രിയങ്ക സൈനിങ് ഓഫ്.